ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഖീസ് വ്ളോഗ്. ഇന്നപ്പോൾ ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു. അതിന് 1 കിലോ അരി എടുത്തിട്ടുണ്ട്, 2 ക്യാരറ്റ്, 2 ഉള്ളി, 2 ഉരുളൻകിഴങ്ങ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ സോയാബീൻ എടുത്തിട്ടുണ്ട്, ഒരു നാഴി സോയാബീനും എടുത്തിട്ടുണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ബിരിയാണിക്ക് ചേർക്കാനുള്ള ഇനി നമുക്ക് സോയാബീന് വറുത്തെടുക്കണം. അതിനാവശ്യമായ സാധനങ്ങൾ പറഞ്ഞാൽ 2 സ്പൂണ് മുളക് പൊടി, 4 മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂണ് കോൺഫ്ലവർ, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മസാല പുരട്ടി വയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പച്ചപ്പട്ടാണി എടുത്തിട്ടുണ്ട്. ഇത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി പച്ചപ്പട്ടാണി നല്ലോണം കഴുകിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ നല്ലോണം വേവിച്ചെടുക്കുകയാണ്. വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക, ബിരിയാണി മരുന്നിടുക, നല്ലോണം തിളച്ചിട്ടുണ്ട്. അതിനുശേഷം കഴുകി വെച്ച അരി ഇതിലേക്ക് ഇടുക. അപ്പോൾ നമ്മൾ അരി ഇടുകയാണ്. അരി ഇടുമ്പോൾ ഒരു നാരങ്ങയുടെ ഒരു മുറി ഒന്ന് പിഴിഞ്ഞ് കൊടുക്കണം. ആ കുരുവൊക്കെ ഒഴിവാക്കിയിട്ട്, എന്നാലാണ് ഒരു വറ്റ് മറ്റൊരു വറ്റിൽ ഒട്ടാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ റൈസ് ഒന്നായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് സോയാബീന് വറുത്തെടുക്കും വേണം, മസാല ഉണ്ടാക്കും വേണം. എണ്ണ ഒഴിച്ചു, അതിലേക്ക് നുറുക്കി വെച്ച ഉള്ളി ഇതിലിടുക. ഉള്ളി ഒന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ലേശം ഉപ്പിട്ട് കൊടുക്കുക. ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് കഷ്ണങ്ങളാക്കി വെച്ചിട്ട് കൊടുത്തു. ഉള്ളിയും കിഴങ്ങും ക്യാരറ്റും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാല് സ്പൂണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1/4 സ്പൂണ് ഗരം മസാല കൂടെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഗരം മസാലയും 1/4 എടുത്തിട്ടുള്ളൂ. 1 സ്പൂണിൻ്റെ കുറച്ച് ഇതിലേക്ക് വേവിച്ച് വെച്ച പച്ചക്കടല ഇട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി ഇതിലൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പച്ചക്കറികളും ഈ കടലയും ഒക്കെ കൂടെ കിടന്ന് ഒന്നും കൂടി വേവട്ടെ. ഗൈസ്, നമ്മുടെ പച്ചക്കറികളൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇടുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുക. വറുത്ത് വെച്ച ഉള്ളി ഇടുക. ഇതിൽ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ച സോയാബീൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇവിടെ അതാ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നമ്മളൊന്ന് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നെയ്യ് ഇവിടെ ഞങ്ങൾക്ക് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ നെയ്യ് ഉപയോഗിക്കാത്തത്. കുറച്ച് ഗരം മസാല ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അതാ ബാക്കി വന്ന ഉള്ളിയൊക്കെ ഇട്ടതാണ്.
ഇനി നല്ലോണം അടച്ച് വെക്കുക. ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്നിങ്ങോട്ട് വേവിച്ചെടുക്കുക ഗൈസ്. അപ്പോൾ മസാലകളൊക്കെ ഇതാ കണ്ടോ ഇളക്കി എടുക്കുകയാണ്. അങ്ങനെ ഒരു അടച്ച് വെക്കുന്നത് ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ അങ്ങനെ അടച്ച് വെച്ചാൽ മതി. അത് കഴിഞ്ഞതാ ഗൈസ് നല്ല സ്മെല്ലും ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റ് ആവുമോ കമൻസ് അയയ്ക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.